വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യു.ഡി.എഫ് പ്രവർത്തകർ തലശ്ശേരിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യു.ഡി.എഫ് പ്രവർത്തകർ തലശ്ശേരിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് എം.പി. അരവിന്ദാക്ഷൻ, അഡ്വക്കേറ്റ് സി.ജി. അരുൺ, തഫ്ലീം മാണിയാട്ട്, കെ.ഇ. പവിത്രരാജ്, സി.പി. ദിൽഷാദ്, അഫ്നി ദിയൂർ, ജതീന്ദ്രൻ കുന്നോത്ത്, പി.ഒ. റാഫി ഹാജി, സുധീർ ബാബു, യു. സിയാദ്, കെ. സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. ഇന്നലെ രാത്രി മുതൽ വിവരം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് 12 മണിക്കാണ് AICC ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപനം വരുന്ന അതേ സമയം തന്നെ ആഹ്ലാദത്തിൽ UDF പ്രവർത്തകന്മാർ LS പ്രഭു മന്ദിരത്തിൽ എത്തിച്ചേരുകയും പരിസര പ്രദേശങ്ങളിലും പഴയ ബസ് സ്റ്റാൻഡിലും പുതിയ ബസ് സ്റ്റാൻഡിലും ഒക്കെ മധുരപലഹാര വിതരണവും പടക്കം പൊട്ടിച്ചും ആഹ്ലാദം പങ്കിടുകയാണ് ഉണ്ടായത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പൊതുജനങ്ങളുടെയും മനസ്സുകളിൽ സന്തോഷം കൂടുതലായി വരുന്ന ഒരു സമയവും സാഹചര്യവുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുജന വികാരം ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡിലെ എല്ലാ നേതാക്കന്മാരും കൂട്ടായി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വി.ഡി. സതീശനെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡറായും അതുവഴി കേരളത്തിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ലീഡറായും അതുവഴി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും വി.ഡി. സതീശനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സന്തോഷം ഏറെയുണ്ട്. കേരളത്തിലെ ജനാഭിലാഷം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് പങ്കുവഹിച്ച ഹൈക്കമാൻഡിലെ മുഴുവൻ നേതാക്കന്മാരെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷം പങ്കിടാം. എല്ലാവരും കീഴ്ഘടകങ്ങളിൽ പ്രത്യേക പരിപാടികൾ നടത്തി ഈ സന്തോഷത്തിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ AICC തീരുമാനിച്ചിരിക്കുകയാണ്. ചെറിയ കാലതാമസം വന്നെങ്കിലും വളരെ പോസിറ്റീവായി ടീം UDF എന്നുള്ളത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിലാഷം നിറവേറിയതായി കണക്കാക്കാവുന്ന ഒരു അവസരമായി ഇതിനെ കണക്കാക്കാം. എന്തായാലും ഈ പരിപാടി തലശ്ശേരിയുടെ UDFൻ്റെ കെട്ടുറപ്പിനെയും കേരളത്തിലെ UDFൻ്റെ കെട്ടുറപ്പിനെയും നന്നാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അവസരത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട്